ഹായ് ഹായ് ഓൾ. അപ്പം നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ +2 ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു ബാർ മാഗ്നറ്റ് എന്താന്ന് പറഞ്ഞു. ആ ബാർ മാഗ്നറ്റിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബാർ മാഗ്നറ്റിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടുത്തെ വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എന്താ നമ്മൾ ചെയ്തത്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പഠിച്ചു. ഇനി നമ്മൾ ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ഈ 3 ടേംസ് നമ്മൾ പുതിയതായിട്ട് പഠിച്ച ടേംസ് ആണ്. കൂടാതെ മെറ്റീരിയൽസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദെയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കവർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാലോ. ഓക്കെ, നോക്കിയേ. ഡിഫൈൻ മാഗ്നറ്റൈസേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. എന്താണ് മാഗ്നറ്റൈസേഷൻ? നമ്മൾ പുതുതായിട്ട് പഠിച്ചൊരു ടേം ആണ് മാഗ്നറ്റൈസേഷൻ, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ M. വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റൈസേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദി നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള നെറ്റ് മാഗ്നറ്റിക് മൊമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ദ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, അതാണ് മാഗ്നറ്റൈസേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്കലി നമ്മൾ മാഗ്നറ്റൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ M ആണ്. ക്യാപിറ്റൽ M ഈക്വൽ ടു നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ M, നെറ്റ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം. ഇതാണ് എന്ത്? മാഗ്നറ്റൈസേഷൻ, ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ SI യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? SI യൂണിറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് എന്താണ്? ആംബിയർ മീറ്റർ സ്ക്വയർ. വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SI യൂണിറ്റ് എന്ത് വരും? SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ പെർ മീറ്റർ. SI യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താ അവിടെ തന്നിരിക്കുന്നേ? അയണിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്. അയണിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? μr. μr ഈക്വൽ ടു 5000 ആൻഡ് 500. ഓക്കെ, ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആരുടെയാ? അയണിന്റെ. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാം. എന്താ? μr ഈക്വൽ ടു 1 പ്ലസ് chi. μr ഈക്വൽ ടു 1 പ്ലസ് chi, where chi is the magnetic susceptibility. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ്റെ അകത്തുനിന്ന് chi വാല്യൂ എങ്ങനെ എഴുതാം? 5500 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 5499. ഏത് ഓപ്ഷൻ കിട്ടൂടാ കുഞ്ഞുങ്ങളെ? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. What is the susceptibility and permeability of a perfectly diamagnetic substance? ഒരു പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ സസെപ്റ്റബിലിറ്റിയും പെർമിയബിലിറ്റിയും വാല്യൂ അറിയണം. റിലേറ്റീവ് പെർമിയബിലിറ്റിയും വാല്യൂ അറിയണം. ഒരു പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ എന്താ പറയുന്നത്? സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും അല്ലേ? സൂപ്പർ കണ്ടക്ടേഴ്സ്. ഒരു പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ സസെപ്റ്റബിലിറ്റി വാല്യൂ എത്രയാ? സസെപ്റ്റബിലിറ്റി വാല്യൂ -1 ആണ്. ഒരു പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലെ ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സസെപ്റ്റബിലിറ്റി -1 ആയിരിക്കും. -1 ആണെന്നുണ്ടെങ്കിൽ സസെപ്റ്റബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാം. μr ഈക്വൽ ടു 1 പ്ലസ് chi, ദെൻ μr ഈക്വൽ ടു 0. 1 മൈനസ് 1 എന്ന് വരും, വിച്ച് ഈസ് 0. ഓക്കെ, അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ സസെപ്റ്റബിലിറ്റി -1 ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്.
മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് കേട്ടോ. നമ്മൾ ആ NCERT വെറുതെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡയാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെയും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ ടേംസിലുള്ള ഡിഫറൻസാ? എന്തിന്റെ ടേംസിലുള്ളതാ? സസെപ്റ്റബിലിറ്റിയുടെ ടേംസിൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ സസെപ്റ്റബിലിറ്റി വാല്യൂ എത്രയാണ് കുഞ്ഞുങ്ങളെ? ഫോർ എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ സസെപ്റ്റബിലിറ്റി വാല്യൂ എത്രയാ? നെഗറ്റീവാ. നെഗറ്റീവും ആണ് സ്മോളും ആണ്. ഫോർ എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ chi is നെഗറ്റീവ് ആൻഡ് സ്മോൾ. chi നെഗറ്റീവും ആണ് സ്മോൾ വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെറോമാഗ്നറ്റിക്കിനോ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റബിലിറ്റി വാല്യൂ എങ്ങനെയാണ്? ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിൽ chi വാല്യൂ ലാർജ് ആണ്, കൂടാതെ പോസിറ്റീവും ആണ്. ഓക്കെ, ലാർജ് പോസിറ്റീവ് വാല്യൂ ആണ് ആര് തരുന്നത്? ഫെറോമാഗ്നറ്റിക്കിന്റെ സസെപ്റ്റബിലിറ്റി വാല്യൂ ലാർജ് ആൻഡ് പോസിറ്റീവ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആണ് ആര് വരുന്നത്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദെയർ ബിഹേവിയർ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇവരെങ്ങനെയാ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ബിഹേവ് ചെയ്യുന്നത്? അവരുടെ ആ സ്വഭാവം എന്താ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ? ഡയാമാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. പാരാമാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കും. എന്ത് ചെയ്യും? സ്ട്രോങ് അട്രാക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഫെറോമാഗ്നറ്റിക് ഈസ് മോർ മാഗ്നറ്റിക്. അതിനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദ സസെപ്റ്റബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ. സസെപ്റ്റബിലിറ്റി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുവാണ് ഇത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്. നമുക്ക് 3 ടൈപ്പ് മെറ്റീരിയലിനെ കുറിച്ച് അറിയാം. ആരൊക്കെയാ? ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. ഇവരുടെ എല്ലാം സസെപ്റ്റബിലിറ്റി വാല്യൂസും നമുക്കറിയാം ഇല്ലേ? ഡയാമാഗ്നറ്റിന്റെ സസെപ്റ്റബിലിറ്റി വാല്യൂ എങ്ങനെയാണ്? ചെറുതാണ്, നെഗറ്റീവ് ആണ്. ഇനി പാരാമാഗ്നറ്റിക്കിന്റെയോ? ചെറുതാണ്, പക്ഷെ പോസിറ്റീവ് വാല്യൂ ആണ്. ഫെറോമാഗ്നറ്റിന്റെ കേസിലോ? വലുതാണ്, പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? തന്നിരിക്കുന്ന മെറ്റീരിയലിന്റെ സസെപ്റ്റബിലിറ്റി വാല്യൂ എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? സസെപ്റ്റബിലിറ്റി chi is equal to 1.9 into 10 raised to minus 5. 10 raised to minus 5. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. പവർ അല്ലേ എന്നോർത്ത് കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് വാല്യൂ ആണോ സസെപ്റ്റബിലിറ്റി തന്നിരിക്കുന്നത്? അല്ല. അപ്പം അത് ഡയാമാഗ്നറ്റിക് അല്ല. പോസിറ്റീവ് വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. പോസിറ്റീവ് സസെപ്റ്റബിലിറ്റി വാല്യൂ വരുന്ന ആർക്കൊക്കെയാണ്? പാരാമാഗ്നറ്റിക്കിനും ഫെറോമാഗ്നറ്റിക്കിനും. പാരാമാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഫെറോമാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇവിടെ 10 raised to minus 5 ആ പവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ പോസിറ്റീവ് വാല്യൂ അല്ലേ? അതെ. അപ്പൊ ഇതെന്ത് മെറ്റീരിയലാ? മെറ്റീരിയൽ ഈസ് പാരാമാഗ്നറ്റിക്. മെറ്റീരിയൽ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. മെറ്റീരിയൽ ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, ആൻസർ ചെയ്യാൻ എളുപ്പമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇൻ വാട്ട് വേ ഈസ് ദ ബിഹേവിയർ ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ പാരാമാഗ്നറ്റിക് വെൻ കെപ്റ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഡയാമാഗ്നറ്റിക്കിന്റെയും പാരാമാഗ്നറ്റിക്കിനെയും കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവർ രണ്ടുപേരും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരെയൊക്കെ പറ്റിയാണ്? ഡയാമാഗ്നറ്റിക്കിനെ പറ്റിയും പാരാമാഗ്നറ്റിക്കിനെ പറ്റിയുമാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെയും ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനെയും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എങ്ങനെയാ?
ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ കാണിക്കുന്നത്? റിപ്പൽഷൻ ആണത് കാണിക്കുന്നത്. അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. എല്ലാവരും അല്ല കേട്ടോ, മോസ്റ്റ് ഓഫ് ദം എന്ത് ചെയ്യും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ഓക്കെ, ഇനി എല്ലാ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്സും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്മൾ കുറച്ചു മുമ്പേ ആ ക്വസ്റ്റ്യൻ കണ്ടു, പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? ഇതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും കാണിക്കുന്നത്, ഒരു റിപ്പൽഷൻ ആയിരിക്കും ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കാണിക്കുന്നത്. ഓക്കെ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താ കാണിക്കുന്നത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് repels the external magnetic field. Diamagnetic substance external magnetic fieldനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസോ? ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്കറിയാം, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാരാമാഗ്നറ്റിക് മെറ്റീരിയലുള്ള ഡൈപോൾ മൊമെന്റ്സ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. വിച്ച് മീൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അട്രാക്ട്സ്, എന്ത് ചെയ്യുവാണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യും. പക്ഷെ അത് സ്ട്രോങ് അട്രാക്ഷൻ ആണോ? സ്ട്രോങ് അട്രാക്ഷൻ ആയിരിക്കുമോ കാണിക്കുന്നത്? അല്ല, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു വീക്ക് അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡയാമാഗ്നറ്റും സ്ട്രോങ് റിപ്പൽഷൻ ആണോ കാണിക്കുന്നത്? എല്ലാ ഡൈപോൾ മൊമെന്റ്സും ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ അലൈൻ ചെയ്യുന്നത്? അല്ല, എല്ലാവരും അങ്ങനെ അല്ല അലൈൻ ചെയ്യുന്നത്. അത് പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിലേ എല്ലാവരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക് റിപ്പൽഷൻ ആണ് കാണിക്കുന്നത് പറയാം. വീക്ക്ലി റിപ്പൽസ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. വീക്ക് ആയിട്ടുള്ള റിപ്പൽഷൻ ആണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പം ആര് കാണിക്കുന്നത്? നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലോ? ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പം അതൊരു വീക്ക് അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഡൈപോൾ മൊമെന്റ്സ് എല്ലാം പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ അകത്തുള്ള ഡൈപോൾ മൊമെന്റ്സ് എന്ത് ചെയ്യും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. പക്ഷെ എല്ലാവരും അലൈൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അതെന്ത് കാണിക്കുന്നത്? ഒരു വീക്ക് അട്രാക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാരാമാഗ്നറ്റിന്റെ കേസ് എങ്ങനെ എഴുതാം? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് weakly attracted by the external magnetic field. Weakly attracted by the external magnetic field. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെറോമാഗ്നറ്റോ? ഒരു ഫെറോമാഗ്നറ്റിന് ഡൊമൈൻ സ്ട്രക്ചർ ഉള്ളത് കാരണം അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ കൂടുതലായിരിക്കും. അടുത്തിരിക്കുന്ന ആറ്റംസ് എല്ലാം എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യും. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം ഡൈപോൾ മൊമെന്റ്സ് കാണും. അടുത്തടുത്തുള്ള ഡൈപോൾ മൊമെന്റ്സ് എല്ലാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യും. ഓക്കെ, എവിടെയാ? ഒരു ഫെറോമാഗ്നറ്റിന്റെ കേസിൽ. അപ്പോൾ അവരൊരു ഡൊമൈൻ സ്ട്രക്ചർ ഫോം ചെയ്യും. ഒരു ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയാൽ പോലും അവർ ഹൈലി മാഗ്നറ്റൈസ്ഡ് ആവും. ഓക്കെ, ഹൈലി മാഗ്നറ്റൈസ്ഡ് ആവും. ഇവിടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹൈലി മാഗ്നറ്റൈസ്ഡ് ആവുന്ന എങ്ങനെയാണ്? ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. ഓക്കെ, അതുപോലെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവുന്നത് എങ്ങനെയാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഡയാമാഗ്നറ്റ് മാഗ്നറ്റൈസ് ആവുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ
ഓപ്പോസിറ്റ് ടു ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. പാരാമാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റൈസ് ആവുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇവരെയൊക്കെ? എച്ച്. എന്താ എച്ച്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. എന്താണ്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവും. നമ്മൾ അതിന്റെ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു സോളിനോയിഡിന്റെ അകത്ത്, കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡിന്റെ അകത്ത് നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ മെറ്റീരിയൽ മോർ മാഗ്നറ്റൈസ്ഡ് ആവും. ഓക്കെ, അവിടെ സോളിനോയിഡ് കാരണം, സോളിനോയിഡിന്റെ അകത്തെ കറണ്ട് കാരണം മെറ്റീരിയലിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നുണ്ട്. സോളിനോയിഡിന്റെ അകത്തെ കറണ്ട് കാരണം മെറ്റീരിയലിന് എന്ത് കിട്ടുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റൈസേഷൻ ആവുന്നുണ്ട്. അത് ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കാരണം ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയും. ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടർ അവിടെ ആരായിരുന്നു? കറണ്ട് ആയിരുന്നു അവിടുത്തെ എക്സ്റ്റേണൽ ഫാക്ടർ. സോളിനോയിഡിന്റെ അകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് അവിടുത്തെ എക്സ്റ്റേണൽ ഫാക്ടർ. അപ്പൊ ആ എക്സ്റ്റേണൽ ഫാക്ടർ കാരണം മെറ്റീരിയലിനകത്ത് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഓക്കെ, ഓർത്തിരുന്നോണം. ഒന്നുകൂടെ പറയാം. എക്സ്റ്റേണൽ ഫാക്ടർ കാരണം മെറ്റീരിയലിനകത്ത് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് സോളിനോയിഡിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ H = Ni എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും H = Ni അല്ല കേട്ടോ. സോളിനോയിഡിന്റെ അകത്തെ കറണ്ട് കാരണമാണ് ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ H = Ni എന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും മാഗ്നറ്റിക് ഇന്റൻസിറ്റി H ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എന്ത് പറയും? മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയും, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ H. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ H തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സസെപ്റ്റബിലിറ്റി, കൈയാണ് സസെപ്റ്റബിലിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ, ഇവര് രണ്ടുപേരും പിന്നെ ആരാണ്? മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ആരാടാ കുഞ്ഞുങ്ങളെ മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ? അതിനെ ഡിഫൈൻ ചെയ്യാനായിരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ആരാ മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മാഗ്നറ്റൈസേഷൻ, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ M. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റൈസേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ വോളിയം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക് ഇന്റൻസിറ്റിയും സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താ ആ റിലേഷൻ? എന്തായിരിക്കും ആ റിലേഷൻ? മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണ് അല്ലേ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ബിക്കം മോർ മാഗ്നറ്റൈസ്ഡ് അല്ലേ? അപ്പൊ എമ്മും എച്ചും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയത്തില്ലേ? ഓക്കെ, പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ആ കോൺസ്റ്റന്റ് ആണ് ആര്? നമ്മുടെ സസെപ്റ്റബിലിറ്റി കൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ 3 പേരെയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ എങ്ങനെ എഴുതാന്ന്. മാഗ്നറ്റൈസേഷൻ, ദാറ്റ് ഈസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, അതായത് മാഗ്നറ്റിക് മൊമെന്റ് പെർ വോളിയം എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ ആണ്. ഈ മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക് ഇന്റൻസിറ്റിയും സസെപ്റ്റബിലിറ്റിയും കൂടെ തമ്മിലുള്ള റിലേഷൻ എന്താണ്? M = chi into H. എന്താണ്? M = chi into H. മാഗ്നറ്റൈസേഷൻ = സസെപ്റ്റബിലിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഇന്റൻസിറ്റി. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി ഡയാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ സസെപ്റ്റബിലിറ്റി വാല്യൂ നെഗറ്റീവ്, പാരാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ സസെപ്റ്റബിലിറ്റി വാല്യൂ പോസിറ്റീവ് ആണ്, ചെറുതാണ്. ഫെറോ മാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിലോ പോസിറ്റീവ് ആണ്, പക്ഷെ വളരെ ഒരു വലിയ വാല്യൂ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കി, റിലേറ്റീവ് പെർമിയബിലിറ്റി വാല്യൂ തന്നിട്ടുണ്ട്. റിലേറ്റീവ് പെർമിയബിലിറ്റിനെ നമ്മൾ എങ്ങനെ എഴുതും? μr. റിലേറ്റീവ് പെർമിയബിലിറ്റി μr = 0.5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ആയിരിക്കും? റിലേറ്റീവ് പെർമിയബിലിറ്റി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സസെപ്റ്റബിലിറ്റി കണ്ടുപിടിക്കാം. അവർ തമ്മിൽ റിലേറ്റഡ് അല്ലേ? റിലേറ്റീവ് പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയും തമ്മിൽ എന്താണ്? റിലേറ്റഡ് ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എന്താണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ? നമുക്ക് എങ്ങനെ എഴുതാം? μr വിച്ച് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈക്വൽ ടു 1 പ്ലസ് കൈ. 1 പ്ലസ് കൈ. കൈ എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.5. 0.5 ആണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സസെപ്റ്റബിലിറ്റി എത്രയായിരിക്കും? സസെപ്റ്റബിലിറ്റി കൈ ഈസ് ഈക്വൽ ടു 0.5 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 0.5. അതായത് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സസെപ്റ്റബിലിറ്റി വാല്യൂ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് വാല്യൂ ആണ്. സസെപ്റ്റബിലിറ്റി വാല്യൂ കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? സസെപ്റ്റബിലിറ്റി വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. സസെപ്റ്റബിലിറ്റി വാല്യൂ നെഗറ്റീവ് ആകുന്ന ഒരേ ഒരു മെറ്റീരിയലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, വിച്ച് ഈസ് ഡയാമാഗ്നറ്റിക്. എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ഇനി നോക്കിയേ, ചെറിയൊരു വാല്യൂ അല്ലേ? അതെ, 0.5 നെഗറ്റീവ് 0.5 ആണ്. 0.5 എന്ന് പറയുന്നത് 1/2 ഹാഫ്. നെഗറ്റീവ് ഹാഫ് ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് പറയാം? വിച്ച് ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ സസെപ്റ്റബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയാമാഗ്നറ്റിക് ആണെന്ന് മനസ്സിലാക്കാം. എങ്ങനെ? കാരണം അവർ നമുക്ക് μr വാല്യൂ തന്നിട്ടുണ്ട്. μr വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 0.5. ഫോർ എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് റിലേറ്റീവ് പെർമിയബിലിറ്റി വാല്യൂ എങ്ങനെയായിരിക്കണം? ഫോർ എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. 1നേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് ആവത്തില്ല. ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. ഫോർ എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ μr ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. μr എങ്ങനെയാണ്? μr ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. 1നേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും വാല്യൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് μr വാല്യൂ കണ്ടാൽ തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഡയാമാഗ്നറ്റിക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിച്ചു വെക്കാൻ എളുപ്പം സസെപ്റ്റബിലിറ്റി വാല്യൂസാ. സസെപ്റ്റബിലിറ്റി വാല്യൂസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. പോസിറ്റീവും സ്മോളും ആണെന്നുണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. പോസിറ്റീവും ലാർജും ആണെന്നുണ്ടെങ്കിൽ ഫെറോമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ ഏതാണ് എളുപ്പം? μr വാല്യൂ ആണ് പഠിച്ചു വെക്കാൻ എളുപ്പമെങ്കിൽ അത് പഠിച്ചു വെക്കുക. സസെപ്റ്റബിലിറ്റി വാല്യൂ പഠിച്ചു വെക്കാൻ എളുപ്പമെങ്കിൽ സസെപ്റ്റബിലിറ്റി വാല്യൂ പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു റിലേഷനും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഏതാ? μr ഈക്വൽ ടു 1 പ്ലസ് കൈ. റിലേറ്റീവ് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയും കൂടെ തമ്മിലുള്ള ആ ഒരു റിലേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. μr ഈക്വൽ ടു 1 പ്ലസ് കൈ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലായി. ഏതാ ഈ മെറ്റീരിയൽ? ഡയാമാഗ്നറ്റിക്. ദ മെറ്റീരിയൽ ഈസ് ഡയാമാഗ്നറ്റിക്. ഓക്കെ. പിന്നെ എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് ആൻസർ ചെയ്തു. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ഇറ്റ്സ് 2 ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ്. ഇതിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ ഈ 2 പ്രോപ്പർട്ടി എഴുതിയാലും മതി. ഏതൊക്കെയാ? μr ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. അതൊരു പ്രോപ്പർട്ടി അല്ലേ? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മാത്രം ഒരു പ്രോപ്പർട്ടി അല്ലേ അത്? അതെ. എന്താണ് ആ പ്രോപ്പർട്ടി? റിലേറ്റീവ് പെർമിയബിലിറ്റി μr ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. 1നേക്കാളും ചെറിയൊരു വാല്യൂ ആണ്, പക്ഷെ നെഗറ്റീവ് അല്ല. ഓക്കെ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? കൈസ്, അതായത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ് ആൻഡ് സ്മോൾ. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്, സ്മോൾ ആണ്. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 2 പ്രോപ്പർട്ടീസ് എഴുതാൻ പറ്റി.
ഇനി നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന കാര്യം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഈ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നത്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്താടാ കുഞ്ഞുങ്ങളെ സംഭവിക്കുന്നത്? ആ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസ്ഡ് ആവും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഒരു വീക്ക് റിപ്പൽഷൻ ആയിരിക്കും അപ്ലൈ ചെയ്ത ഫീൽഡുമായിട്ട് ഈ ഒരു മെറ്റീരിയൽ കാണിക്കുന്നത്. എന്താണ് വീക്ക് റിപ്പൽഷൻ? റിപ്പൽഷൻ കാണിക്കുന്ന നമുക്കറിയാവുന്ന ഒരേ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആരാണ്? ഡയാമാഗ്നറ്റ് ആണ്. ഓക്കെ, ആ റിപ്പൽഷൻ സ്ട്രോങ് ആണോ? അല്ല, റിപ്പൽഷൻ വീക്ക് റിപ്പൽഷൻ ആണ്. ഓക്കെ, എങ്ങനെയാ റിപ്പൽഷൻ ഉണ്ടാവുന്നത്? ഈ മെറ്റീരിയലിൻ്റെ അകത്തെ ഡൈപോൾ മൊമെന്റ്സ് എല്ലാം അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ ഡൈപോൾ മൊമെന്റ്സ് എല്ലാം എന്നാ ചെയ്യും? അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അതുകൊണ്ട് ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു വീക്ക് റിപ്പൽഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അവർ നമ്മളോട് മൂന്നാമത്തെ പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ റിലേറ്റീവ് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ. എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി? നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന വാല്യൂ ആണ് μr വാല്യൂ. μr വാല്യൂവും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ആരാ ഈ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി? നമ്മുടെ കൈ വാല്യൂ ഇല്ലേ? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ μrഉം കൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? μr ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ. ഓൾറെഡി നമ്മൾ അത് എഴുതിയായിരുന്നു. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതത്തില്ലേ? ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതത്തില്ലേ? ഓക്കെ, പാർട്ട് വൈസ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ പാർട്ട് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയേക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? മെറ്റീരിയലിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, വിച്ച് ഈസ് ഡയാമാഗ്നറ്റിക്. ആ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതി. μr എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആണ്. അതുപോലെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവും ചെറിയൊരു വാല്യൂ ആണ്. ഓക്കെ, വേണമെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം കൂടി എഴുതാം. ഇനി വേറെ അഡീഷണൽ പോയിന്റ്സും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. എന്താണ്? ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു പ്രത്യേകതരം പ്രോപ്പർട്ടി കാണിക്കും. എന്ത് പ്രോപ്പർട്ടിയാ? വിച്ച് എക്സിബിറ്റ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. ചില ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതായത് നമ്മുടെ കൈ വാല്യൂ -1 ആയിട്ട് കാണിക്കും. ആ മെറ്റീരിയലിനെ നമ്മൾ എന്താ പറയുന്നത്? സൂപ്പർ കണ്ടക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാലോ? വീണ്ടും ഈ ചാപ്റ്റർ ഫുൾ അങ്ങനെയാണ് കേട്ടോ. ഒരു പെർമിയബിലിറ്റിയുടെയും സസെപ്റ്റബിലിറ്റിയുടെയും കാര്യങ്ങൾ പറയുന്നതാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് മുഴുവൻ. എന്തുകൊണ്ടാണ് പെർമിയബിലിറ്റി സസെപ്റ്റബിലിറ്റി ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്നത്? പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയുടെയും വാല്യൂസ്, ആ ഒരു വാല്യൂവിന്റെ ബേസിസിലാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തന്നെ. ഓക്കെ, എന്തിൻ്റെ ഒരു ബേസിസിലായിരിക്കുമല്ലോ നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷനും നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ നേച്ചറിൽ കാണുന്ന മെറ്റീരിയലുകളെല്ലാം എന്ത് ടൈപ്പ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മെറ്റീരിയൽസിനെ എല്ലാം പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എന്തിൻ്റെ ബേസിസിലാണ്? ഈ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയുടെ അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ ബേസിസിലാണ്. ഓക്കെ, ഈ സസെപ്റ്റബിലിറ്റി വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിക്, പോസിറ്റീവും ചെറുതുമാണെന്നുണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്, പോസിറ്റീവും വലിയൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഫെറോമാഗ്നറ്റിക്. അപ്പോൾ നമ്മൾ ഈ 3 മെറ്റീരിയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉറപ്പായിട്ടും അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയും കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കും. അല്ലെങ്കിൽ എവിടെയെല്ലാം നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടേം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും 3 മെറ്റീരിയലിൻ്റെയും സസെപ്റ്റബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും വാല്യൂ പഠിച്ചിരിക്കണം. കാരണം ഈ 3 പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതൊക്കെയാ? ഡയാ, പാര, ഫെറോ. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ഇത് 3-ൽ ഏതേലും ഒരെണ്ണം, ചിലപ്പം 2 എണ്ണം ചോദിക്കും. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലോ? ദ റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 800. എന്താണ് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്? ഈ 800 എന്ന് പറയുന്ന വാല്യൂ എന്ത് വാല്യൂ ആ? റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തേ? മ്യൂ ആർ. മ്യൂ ആർ എത്രയാണ്? 800 ആണ്. മ്യൂ ആർ എന്ന് പറയുന്നത് 800 ആണ്. ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽ. മ്യൂ ആർ വാല്യൂ 800 ആയിട്ടുള്ള ഈ മെറ്റീരിയൽ എന്ത് ടൈപ്പ് മെറ്റീരിയലാ? ഡയാമാഗ്നറ്റ് ആണോ, പാരാമാഗ്നറ്റ് ആണോ, അതോ ഇനി ഫെറോ മാഗ്നറ്റ് ആണോ? എന്ത് മെറ്റീരിയൽ ആയിരിക്കും? മ്യൂ ആർ വാല്യൂ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആണോ? അല്ല, സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 അല്ല. അപ്പൊ എന്തല്ല? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. ഇനി മ്യൂ ആർ വാല്യൂ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണോ? 1നേക്കാളും കുറച്ചും കൂടെ വലിയൊരു വാല്യൂ ആണോ? അല്ല, 800 എന്ന് പറയുന്നത് 1നേക്കാളും വലിയ വാല്യൂ ആ, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എന്തും അല്ല, പാരാമാഗ്നറ്റിക് മെറ്റീരിയലും അല്ല. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ മ്യൂ ആർ വാല്യൂ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആവത്തുള്ളായിരുന്നു. ഓക്കെ, പക്ഷെ ഇത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണോ? അല്ല. പിന്നെയോ മ്യൂ ആർ വാല്യൂ എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. യൂണിറ്റിനേക്കാളും വലിയൊരു വാല്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ആയിരിക്കും? ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ദ മെറ്റീരിയൽ ഈസ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ആണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ 2 പ്രോപ്പർട്ടീസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം മ്യൂ ആർ വാല്യൂ 800 എന്ന് തന്നിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വെരി മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ആര്? റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ ആർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1, വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സസെപ്റ്റബിലിറ്റി വാല്യൂ, ഇതിൽ 2 പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സസെപ്റ്റബിലിറ്റി വാല്യൂ എങ്ങനെ എഴുതാം? സസെപ്റ്റബിലിറ്റി chi ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ്. സസെപ്റ്റബിലിറ്റി വാല്യൂ ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ്, വെരി മച്ച് ലാർജ് ആൻഡ് പോസിറ്റീവ്. ഓക്കെ, ഇനി അഡീഷണൽ ഒരു പോയിന്റും കൂടെ എഴുതണമല്ലോ. 2 പ്രോപ്പർട്ടീസ് എഴുതാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ മ്യൂ ആറിന്റെ വാല്യൂ പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം കേട്ടോ. എന്താണ്? യൂണിറ്റിനേക്കാളും വലിയൊരു വാല്യൂ ആണ് മ്യൂ ആർ വാല്യൂ. ഓക്കെ, പോട്ടെ, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നല്ലേ. ഒരു അഡീഷണൽ പോയിന്റ് നമുക്ക് എഴുതാം. എന്താ? ഇവരെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പോൾ, എന്ത് സംഭവിക്കുമായിരിക്കും? ആരാണ് മെറ്റീരിയൽ? ഫെറോ മാഗ്നറ്റിക് ആണ് മെറ്റീരിയൽ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താ? പാരാമാഗ്നറ്റിക്കും ഫെറോ മാഗ്നറ്റിക്കും തമ്മിലുള്ള ആ ഡിഫറൻസ് തന്നെ ഇതാണ്. എന്താണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് ഡൊമൈൻ സ്ട്രക്ചർ ഉണ്ട്. എന്ത് സ്ട്രക്ചർ ആണ്? ഡൊമൈൻ സ്ട്രക്ചർ ഉണ്ട്. ആർക്ക്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്. ഓക്കെ, അതിനകത്ത് 1 millimeter സൈസിലാണ്. 1 millimeter സൈസാണ് ഒരു ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ ഡൊമൈൻ സ്ട്രക്ചർ കാരണമാണ് ഇവർക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ കൂടുതൽ. ഓക്കെ, അപ്പം ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1 millimeter സൈസിൽ എന്തുണ്ട്? നമുക്ക് ഇങ്ങനെ ഡൊമൈൻ സ്ട്രക്ചറുകളുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഡൊമൈൻ സ്ട്രക്ചറുകളുണ്ട്. ഇതിൻ്റെ അകത്തിരിക്കുന്ന ആറ്റംസ് എല്ലാം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ, എല്ലാവരും ഒരേ ഡയറക്ഷനിലല്ല, പകരം റാൻഡം ആയിട്ട് ഓരോ ഡൊമൈൻ എടുത്താലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ കാണിക്കുന്നത്? ഡയറക്ഷനാണ് കാണിക്കുന്നത്. പക്ഷെ ഒരു ഡൊമൈൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ആറ്റംസും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ടായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ പല പല ഡൊമൈൻസുകൾ എടുത്തു കഴിഞ്ഞാലോ എല്ലാവരും പല ഡയറക്ഷനിലോട്ട് ഓറിയന്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയാൽ പോലും, സ്ട്രെങ്ത് വളരെ വീക്കർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയാൽ പോലും ഇവർ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ ഈ ഡൊമൈൻ എല്ലാം അറേഞ്ച് ചെയ്യും.
അല്ലെങ്കിൽ ഈ ഡൈപോൾ മൊമെന്റ്സ് എല്ലാം അലൈൻ ചെയ്യും. എന്താ സംഭവിക്കുന്നത്? ഈ ഡൊമൈൻ സ്ട്രക്ചർ കാരണമാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ മോർ മാഗ്നറ്റിക് ആവുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ എഴുതണം കേട്ടോ. എന്തുകൊണ്ടാണ് ഫെറോ മാഗ്നറ്റിക് മോർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്? ഡ്യൂ ടു ദെയർ ഡൊമൈൻ സ്ട്രക്ചർ. അവർക്ക് എന്തുണ്ട്? ഒരു ഡൊമൈൻ സ്ട്രക്ചർ ഉണ്ട്. ഈ ഡൊമൈൻ സ്ട്രക്ചർ ഉള്ളത് കാരണം ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയാൽ പോലും, ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയാൽ പോലും എന്ത് ചെയ്യും ഇവര് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ഓക്കെ, സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത് കാരണം ഒരു മാഗ്നറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇവരെന്താ കാണിക്കുന്നത്? സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം? സ്ട്രോങ് അട്രാക്ഷൻ ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റുമായിട്ട് സ്ട്രോങ് അട്രാക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? മോർ മാഗ്നറ്റൈസ്ഡ് ആവും along the direction of external field. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? For strong electromagnets core is made of electromagnet. ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിന്റെ കോറ് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ 3 ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽ പഠിച്ചു. ഡയ, പാര, ഫെറോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫെറോയ്ക്ക് തന്നെ നമുക്ക് അഡീഷണൽ 2 ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. ഓക്കെ, എന്താണ് ആ ക്ലാസിഫിക്കേഷൻ? ബേസ്ഡ് ഓൺ വാട്ട്? എന്തിന്റെ ബേസിലാണ് ഫെറോ മാഗ്നറ്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പം ഈ മെറ്റീരിയൽ എന്താകും? സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആവും. ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് അട്രാക്ഷൻ ആയിരിക്കും ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്തു. ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് കൊടുത്ത എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ആ റിമൂവ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ അതിൻ്റെ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസപ്പിയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സോഫ്റ്റ് ഫെറോ മാഗ്നറ്റ് എന്ന് വിളിക്കും. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൽ അപ്ലൈ ചെയ്ത ഫീൽഡ് അന്നേരം തന്നെ നമ്മൾ റിമൂവ് ചെയ്ത ഉടനെ തന്നെ ആ മാഗ്നറ്റൈസേഷൻ ഡിസപ്പിയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെറ്റീരിയലിനെ സോഫ്റ്റ് ഫെറോ മാഗ്നറ്റ് എന്ന് വിളിക്കും. ഇനി അതല്ല, കുറച്ചു നേരം എക്സിസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഹാർഡ് ഫെറോ മാഗ്നറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിന്റെ കോറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? എന്താണെങ്കിലും ഡയാമാഗ്നറ്റ് യൂസ് ചെയ്യത്തില്ല, പാരാമാഗ്നറ്റ് യൂസ് ചെയ്യത്തില്ല, എയർ കോർ യൂസ് ചെയ്യത്തില്ല. പകരം എന്താ യൂസ് ചെയ്യുന്നത്? എ സോഫ്റ്റ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 3 identical specimens of a magnetic material. എന്തൊക്കെ മെറ്റീരിയൽ തന്നിരിക്കുന്നത്? നിക്കൽ, ആന്റിമണി, അലുമിനിയം are kept in a non-uniform magnetic field. Draw the modification in the field lines in each case. Just justify your answer. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 3 മാഗ്നറ്റിക് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ആരൊക്കെയാ? നിക്കല്, ആന്റിമണി, അലുമിനിയം. ഇവരൊക്കെ ഏത് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്നവരാ? നിക്കൽ എന്ന് പറയുന്നത് നിക്കൽ എന്ന് പറയുന്നത് ഫെറോയാണ് കേട്ടോ. നിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഫെറോ മാഗ്നറ്റ് ആണ്. ഓക്കെ, അതുപോലെ ആന്റിമണി എന്ന് പറയുന്നത് ഒരു ഡയാമാഗ്നറ്റ് ആണ് കേട്ടോ. ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം എന്ത് മെറ്റീരിയൽ ആയിരിക്കും? അലുമിനിയം എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ ആണ്? ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അലുമിനിയം എന്താണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇവരെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫെറോ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കും, ഡയാമാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ വീക്ക് റിപ്പൽഷൻ ആയിരിക്കും.
അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാണിക്കുന്നത്? വീക്ക് അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, വെൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഷോസ് സ്ട്രോങ് അട്രാക്ഷൻ. സ്ട്രോങ് അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ ഡയാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ വീക്ക് റിപ്പൽഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ പാരാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ വീക്ക് അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. വീക്ക് അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മെറ്റീരിയലിനകത്തൂടെയുള്ള അല്ലെങ്കിൽ മെറ്റീരിയലിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ള ആ ഒരു ഫിഗറും കൂടെ നമുക്കൊന്ന് വരച്ചാലോ? ഫെറോയുടെ ഫിഗർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, എന്നാലും നമുക്ക് അതിനെ എങ്ങനെ വരയ്ക്കാം? ഒരു സ്ട്രോങ് അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യും? ഈ മെറ്റീരിയലിൻ്റെ അകത്തൂടെ പാസ് ചെയ്തു പോകും. എല്ലാ മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യും? ഈ മെറ്റീരിയലിൻ്റെ അകത്തൂടെ പാസ് ചെയ്തു പോകും. ഓക്കെ, ഏതിൻ്റെ കേസിലാണ്? ഫെറോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിൻ്റെയോ? ഡയാമാഗ്നറ്റിൻ്റെ നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ മെറ്റീരിയലിൻ്റെ അകത്തൂടെ കയറിപ്പോവും. ബാക്കി എല്ലാവരും റിപ്പൽഷൻ ആണ് കാണിക്കുന്നത്. ആരുടെ കേസിൽ? ഡയാമാഗ്നറ്റിൻ്റെ കേസിൽ. ഇനി പാരാമാഗ്നറ്റിൻ്റെ കേസിലോ? കുറച്ച് പേര് അതിൻ്റെ അകത്തൂടെ കടന്നു പോകും അല്ലേ? ഒരു വീക്ക് അട്രാക്ഷൻ ആണ് ആര് കാണിക്കുന്നത്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസറിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിഗറും കൂടെ എന്ത് ചെയ്യാം? അഡീഷണൽ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഫിഗറൊക്കെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തിയറി അറിയാവുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ചും കൂടെ നമ്മുടെ ആൻസറിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഫിഗർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഫിഗറും കൂടെ വരച്ചേക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഹൗ ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഡിഫറെൻറ്റ് ഫ്രം എ പെർമനന്റ് മാഗ്നറ്റ്? നമ്മൾ ഓൾറെഡി ഇലക്ട്രോമാഗ്നറ്റിന്റെ കാര്യം പറഞ്ഞു. എന്താ ഇലക്ട്രോമാഗ്നറ്റ്? എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്നത്? സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, അതിലോട്ടൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഫെറോമാഗ്നറ്റ് മോർ മാഗ്നറ്റൈസ്ഡ് ആവും. അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടും. ഓക്കെ, ഇനി ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത ആ ഒരു സെക്കൻഡിൽ തന്നെ, നമ്മൾ എപ്പോഴാണോ റിമൂവ് ചെയ്ത് അപ്പം തന്നെ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സോഫ്റ്റ് ഫെറോമാഗ്നറ്റ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള സോഫ്റ്റ് ഫെറോമാഗ്നറ്റ് ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട് പെർമനന്റ് മാഗ്നറ്റ് അല്ലേ? ബാർ മാഗ്നറ്റിന്റെ ഷേപ്പിൽ കണ്ടിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ടോയ്സിന്റെ അകത്തൊക്കെ മാഗ്നറ്റ് കണ്ടിട്ടുണ്ട്. അത് ആ ഒരു ടൈപ്പ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് ഫെറോമാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് കുഞ്ഞുങ്ങളെ ഹാർഡ് ഫെറോമാഗ്നറ്റ്? ഈ ഫെറോമാഗ്നറ്റിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് അത് എന്ത് ചെയ്യും? ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആ മെറ്റീരിയലിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഹാർഡ് ഫെറോമാഗ്നറ്റ് എന്ന് വിളിക്കും. ഈ ഹാർഡ് ഫെറോമാഗ്നറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇലക്ട്രോമാഗ്നറ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റ് ഈസ് മെയ്ഡ് യൂസിങ് എന്തുപയോഗിച്ചാണ്? സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മാഗ്നറ്റിന് പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റ്. അതായത് ദാറ്റ് ഈസ് മാഗ്നറ്റൈസേഷൻ, ഡിസപ്പിയർ after the removal of field. മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സോഫ്റ്റ് ഫെറോമാഗ്നറ്റ് എന്ന് വിളിക്കും. ഈ സോഫ്റ്റ് ഫെറോമാഗ്നറ്റ് ഉപയോഗിച്ചാണ് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
പെർമനന്റ് മാഗ്നറ്റ്. ആരാണ്? പെർമനന്റ് മാഗ്നറ്റ് ഈസ് മെയ്ഡ് യൂസിങ്, എന്ത് വെച്ചാണ് പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഹാർഡ് ഫെറോ മാഗ്നറ്റ്. ഹാർഡ് ഫെറോ മാഗ്നറ്റ്. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് മാഗ്നറ്റൈസേഷൻ exist in the material for some time. കുറച്ച് സമയത്തേക്ക് ആ മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ചെയ്യും. ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യും? ഈ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നിക്കൽ ഷോസ് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നിക്കൽ എന്താണ് കാണിക്കുന്നത്? ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ. നിക്കല് റൂം ടെമ്പറേച്ചറിലാണ് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി, എത്ര വരെ കൂട്ടി? ബിയോണ്ട് ക്യൂരി ടെമ്പറേച്ചർ. ക്യൂരി ടെമ്പറേച്ചർ കഴിയുന്നിടം വരെ നമ്മൾ കൂട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ എന്തായിട്ട് ആക്ട് ചെയ്യും? കുഞ്ഞുങ്ങളെ? എന്താ ഈ ക്യൂരി ടെമ്പറേച്ചറിന്റെ പ്രത്യേകത? ഈ ക്യൂരി ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു മെറ്റീരിയലിന്റെ ക്യൂരി ടെമ്പറേച്ചർ കഴിഞ്ഞും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ ഡൊമെയിൻ സ്ട്രക്ചർ നഷ്ടപ്പെടും. ഡൊമെയിൻ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഫെറോ മാഗ്നറ്റിക് എന്ത് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യും? പാരാമാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും. എന്തായിട്ട് ആക്ട് ചെയ്യും? പാരാമാഗ്നറ്റിക് ആയിട്ട്. ക്യൂരി ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഡൊമെയിൻ സ്ട്രക്ചർ നഷ്ടപ്പെടും. ഡൊമെയിൻ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യും? പാരാമാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ബിയോണ്ട് ക്യൂരി ടെമ്പറേച്ചർ എ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബിക്കം പാരാമാഗ്നറ്റിക്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബിയോണ്ട് ക്യൂരി ടെമ്പറേച്ചർ അല്ലെങ്കിൽ എബവ് ക്യൂരി ടെമ്പറേച്ചർ എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബിക്കം പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫെറോമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് ആവുന്നത്? എന്തുകൊണ്ടാണ്? ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പം ഫെറോമാഗ്നറ്റിന്റെ ഡൊമൈൻ സ്ട്രക്ചർ നഷ്ടപ്പെടും. ഡൊമൈൻ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫെറോയും പാരായും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഓൾറെഡി പാരായും ഫെറോയും തമ്മിൽ ഏകദേശം എന്താ പറയുന്നത്, ഒരുപോലെയുള്ള പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. പക്ഷെ സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ ഫെറോ മാഗ്നറ്റ് കാണിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ ഫെറോ മാഗ്നറ്റ് സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ കാണിക്കുന്നത്? ഡ്യൂ ടു ദെയർ ഡൊമെയിൻ സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ആ ഒരു ഡൊമെയിൻ സ്ട്രക്ചർ പോയി കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റ് പിന്നെ എന്താകും? പാരാമാഗ്നറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും ആ 3 മാഗ്നറ്റിക് മെറ്റീരിയലിനെ പറ്റി പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.